ബാഹ്യമായിട്ട് മറ്റുള്ളവർ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ആത്മീയമായിട്ട് ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഈക്വൽ ആണ് എല്ലാവരും. ആത്മാവിന് രൂപമില്ല, ലിംഗമില്ല, അങ്ങനെയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ. പക്ഷെ ബാഹ്യമായിട്ട് വരുമ്പോൾ നമ്മൾ കിടന്ന് കടിപിടി വീഴുകയാണ്. 35 വേണം, 50 വേണം, ഞങ്ങൾ തെങ്ങി കയറി, നിങ്ങൾ മാവേ കയറും, മറ്റേ മർച്ചനൊക്കെ പറഞ്ഞ് നിങ്ങൾ വെള്ളം അടിച്ച് ഞങ്ങൾ ഒക്കെ പറയുന്നില്ലേ. പക്ഷെ ഒരു ദൈവം കൊടുത്തിരിക്കുന്ന കുറേ ബഹുമാനിക്കപ്പെടേണ്ട ക്വാളിറ്റികൾ, യോഗ്യതകൾ സ്ത്രീക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്ത്രീയെ ഒരു പുരുഷനായാൽ സംരക്ഷിക്കണം, ബഹുമാനിക്കണം, ആരാധിക്കുന്നിടത്ത് ലക്ഷ്മി കടാക്ഷം ഉണ്ടാവുമെന്ന് വരെയാണ് മനു ഇതിൽ മറ്റേ പറഞ്ഞു വെച്ചിരിക്കുന്നത്. വേണ്ടുന്നത് കട്ട് ചെയ്തിട്ട് വക്രിച്ച് പറയുന്ന ഒരു സിസ്റ്റത്തിലാണ് നമ്മളിപ്പോൾ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് മത്സരിക്കുക. അപ്പൊ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടെന്ന് ആരും കൊടുക്കേണ്ട കാര്യമില്ലെന്നേ. മിസ്യൂസ് ചെയ്യുന്നത് ഞാൻ പറയാം. ഇപ്പോഴും നമ്മൾ വാർത്തകളിൽ പറയാം, ഇപ്പോഴും നമ്മൾ ജീവിക്കുന്ന ലോകത്ത് കാലത്ത് ലിപ്സ്റ്റിക് ഇട്ടാൽ മൂക്ക് എത്തുന്നതും, നഖത്ത് ക്യൂട്ടച്ചിട്ടാൽ കാല് വെട്ടുന്നതും, കല്ലെറിഞ്ഞ് കൊല്ലുന്നതും ഒക്കെ കാണുന്നത് മീഡിയയിലൂടെ നമുക്ക് കാണാമല്ലോ. അത് ഏത് വിഭാഗമാണോ, ഏത് മതമാണോ, ഏത് സംസ്കാരമാണോ, ഏത് ലോകമാണോ, ഈ ലോകത്ത് തന്നെ നടക്കുന്നത്. അപ്പം നമുക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ മാക്സിമം അവനവൻ്റെ എന്താ പറയുക സത്തയെ ഉൾക്കൊണ്ട് അത് കളഞ്ഞു കുളിക്കാതെ സ്വാതന്ത്ര്യം അനുഭവിക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ സ്ത്രീക്ക് ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്, ജനാധിപത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ തുണി ഉരിഞ്ഞ് മലന്ന് കിടന്നിട്ട് അവിടെ നെഞ്ചത്ത് കയറ്റി ചിത്രം വരപ്പിച്ചാൽ, മോനെ കൊണ്ട് 18 വയസ്സുള്ള മോനെ കൊണ്ട് വരപ്പിച്ചാൽ ഓക്കെ. മീഡിയ എടുത്ത് അത് ലോകത്തോട് പ്രദർശിപ്പിച്ച ഒരുത്തി വന്നല്ലോ, മീഡിയയിൽ വന്നല്ലോ, അത് സ്വാതന്ത്ര്യം അനുഭവിക്കലാണോ? അത് നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം ഇവിടെ ഈ വേലിക്ക് ചുറ്റും എന്ത് വേണേൽ കാണിക്കാൻ യോഗ്യതയുണ്ട്. പക്ഷെ മീഡിയയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ലോകത്തോട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? കാണിക്കാൻ ആരാ അവകാശം തന്നത് തുണി ഉരിഞ്ഞ് കാണിക്കാൻ? അപ്പോൾ അതിന് ചിത്രരചനയെന്നൊന്നും പറയരുത്. നമ്മുടെ കൾച്ചറിൽ ഇവിടെ ഇപ്പം ഞാൻ കാണിച്ചു തരാം. 70 വയസ്സ്, ഞാൻ ഒരു ഉദാഹരണം ഇപ്പം പറയാം, ഈ പറഞ്ഞതിനോട് കണക്ട് ചെയ്ത് പറയാം. 8 വർഷമായിട്ട് കണ്ണ് കാണാതെ അമ്മ മരണക്കിടക്കൽ അറ്റാക്കുമായിട്ട് വന്ന് കിടക്കുന്നു. ഞാൻ കഥയൊക്കെ പറഞ്ഞാൽ, ഞാൻ രാമായണ വേദിയിൽ നിന്ന് ഓടി വന്നു, നെഞ്ച് തടവി കൊടുക്കുന്നു, ICUയുടെ ആ ബഹളത്തിൻ്റെ ഇടയിൽ കയറാൻ പറ്റാതെ ശ്വാസം മുട്ടിക്കിടക്കുക. അപ്പോൾ താഴെ കൂടെ മൂത്രം പോകുന്നു, തൊണ്ട വരളു. ഞാൻ വെള്ളം ഒഴിക്കുമ്പോൾ അമ്മ വേണ്ടെന്ന് പറയുന്നു, വെള്ളം ഒഴിച്ചാൽ മൂത്രം ഒഴിക്കണം. അപ്പം അതും നാണക്കേട് നമ്മളെ ചോപ്പിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ അയ്യോ അയ്യോ എന്ന് വിളിക്കുമ്പോൾ ഞാൻ തടവി കൊടുത്തിട്ട് നമ്മുടെ അറിവിൽ പറയാം, അയ്യോയുടെ കൂടെ പായും കൂടെ ചെയ്ത് അയ്യപ്പ അയ്യപ്പ എന്ന് വിളിയമ്മ ദൈവത്തെ വിളിക്കാനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ചാടി എഴുന്നേറ്റിട്ട് ഈ സാരിയുടെ തുമ്പെടുത്ത് ഇങ്ങനെ കടിച്ചിട്ട് ഈ ബ്ലൗസ് നേരെ ഇടുക, കാലൻ കയറുമായിട്ട് അവിടെ നിൽക്കുന്നു, കണ്ണിന് കാഴ്ചയില്ല, 78 വയസ്സുണ്ട്, പക്ഷെ ബോധമുണ്ട്, ഇവിടെ ജനങ്ങൾ നിൽക്കുന്നുണ്ട്, നമ്മൾ മരിച്ചിട്ടില്ല എന്ന് ബോധമുള്ളതുകൊണ്ട് മാറ് എവിടെയെങ്കിലും ഈ ഞങ്ങളൊക്കെ പാല് കുടിച്ച ആ മാറുടെ എവിടെയെങ്കിലും ബ്ലൗസിൻ്റെ ഇടയിൽ കൂടെ കാണുന്നുണ്ടോ എന്നുള്ള വേവലാതി കാലനെ നിർത്തിയിട്ട് പോലും മറച്ചു വെക്കാൻ കാണിക്കുന്ന ഒരു അമ്മയുടെ മഹത്വം ഒരു സ്ത്രീക്കുണ്ട്. ആ മഹത്വം മറക്കുന്നവരെ സ്ത്രീ എന്ന് പറയാനും അതിനുവേണ്ടി കോലാഹലം കൂട്ടാനും പുറകെ ഇംഗ്ലാവ് വിളിക്കാനും ജയ് വിളിക്കാനും നടക്കുന്നവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. ഞാൻ വളർന്നതും ഞാൻ കണ്ടതും വളരെ ബഹുമാനിക്കപ്പെടേണ്ട ഒരു തലത്തിലാണ് സ്ത്രീ എന്ന് പറയുന്നത്, അല്ലേ? അപ്പം എനിക്ക് എൻ്റെ അമ്മയെ പോലെ കാണാനേ പറ്റുള്ളൂ. അതല്ലാതെ അതിൻ്റെ വിപരീത വശമായിട്ട് ഇങ്ങനെ തുറന്നു വെച്ച് മീഡിയയെ കാണിച്ചിട്ട് അതിനെ ന്യായീകരിക്കുകയും അതിന് ഇംഗ്ലാവ് വിളിക്കാനും വരുന്നവരോട് നമുക്കൊന്നും പറയാനില്ല മോളെ. ഓക്കെ. അപ്പം ഈ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു കാര്യമില്ലേ, അപ്പം അങ്ങനെ അതിൽ ചേട്ടൻ എതിരാണെന്നാണോ പറയുന്നത്? ഇത് വേറെ എവിടെയോ ഏതോ ഒരു നമ്മുടെ ബിഗ് ബോസിൽ വന്നൊരു ആർട്ടിസ്റ്റ് ജീൻസ് ഇടുന്നതിന്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. അതും പിടിച്ചു ചോദിച്ചായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നതേ, ഞാൻ റിയാലിറ്റി ഷോ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു റിയാലിറ്റി ഷോയിൽ രഞ്ജിനി ഹരിദാസായിരുന്നു കോമ്പയർ ചെയ്ത്. അപ്പൊ ഞാനത് വളരെ അത്ഭുതത്തോടെ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ലൈവായിട്ട് കാണുന്നത് ആ സമയത്താണ്. പക്ഷെ അവളൊന്ന് ഇട്ട് വന്നത് ഒരു ഓഫ് വൈറ്റ് ഒരു സിൽക്ക് പോലത്തെ ഒരു ഷർട്ട്. അത് ഞാൻ എന്നെ പോലെ ഒരു ബട്ടൺസ് ഇവിടുന്ന് വിട്ടിട്ട് കറുത്ത തൊലിയോട് എങ്ങനെ കയറ്റുന്നല്ല സോക്സ് പോലത്തെ ഒരു പാൻറ്റും ഇത്രയും കീഴിലുള്ളൊരു ഇതും മുടി ഇത്രയല്ലേ ഉള്ളൂ. ആ സ്റ്റേജിൽ നിന്ന് കോമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ നിന്നങ്ങനെ വാ പൊളിച്ച് നിന്ന്. കാരണം ആ ഒരു കടലൊഴുക്ക് പോലെ അല്ലെങ്കിൽ ഒരു അരുവി തള്ളി വരുന്നത് പോലുള്ള നോൺ സ്റ്റോപ്പായിട്ട് പഠിക്കാതെ നോക്കാതെ എല്ലാം ഇങ്ങനെ അവതരിപ്പിക്കുന്നു. ഡ്രസ്സ് ആ ലുക്കിന് ചേരുന്ന ഇണങ്ങുന്ന അവക്ക് വേണ്ടി മാത്രം തയ്പ്പിച്ചിട്ട പോലെ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന പോലെ തോന്നി. മോഡേൺ ആണത്. പക്ഷെ ഞാൻ പറയുന്ന ആ സ്വാതന്ത്ര്യത്തെ ഇപ്പൊ പർദ്ദ ഇടാം, അത് അവരുടെ കൾച്ചറാണ്. ഇവിടെ ഹിന്ദുക്കളും UP യിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മുഖം മറയ്ക്കാതുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ആരായാലും ലോകത്ത് എവിടെയായാലും മുഖം മറയ്ക്കുന്നത് അനുവദിക്കാൻ പാടില്ലെന്ന് ഞാൻ പറയും. കാരണം കള്ളനും കൊള്ളക്കാർക്കും ചാരന്മാർക്കും മറ്റേ കൊലയാളികൾക്കൊക്കെ വികാരം സ്വൈര്യവികാരത്തിന് അത് വഴിയൊരുക്കും. അതുകൊണ്ട് സാമാന്യ ബുദ്ധിയിൽ പറയാം, മുഖം മറയ്ക്കാനുള്ള
ആ സ്വാതന്ത്ര്യം ആർക്കും കൊടുക്കാൻ പാടില്ല എന്ന് പറയും പേഴ്സണലായിട്ട്. ഇതിന്റെ പിന്നിൽ ഇനി ആരെങ്കിലും ചെയ്യോ ഹിന്ദോ ഇതൊക്കെ വിളിച്ചാലും എനിക്കൊന്നും പറയാനില്ല, എൻ്റെ കാര്യം ഞാൻ പറഞ്ഞാണ്. പിന്നെ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഉണ്ട്. പിന്നെ നമ്മൾ കണ്ണാടി നോക്കി നമ്മുടെ ശരീരം നോക്കിയിട്ട് നമുക്ക് ഇണങ്ങുന്ന ഇടാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് വൃത്തി ഉണ്ടാവണം എന്നുണ്ട്, സ്ഥലകാല ബോധം വേണം. കല്യാണത്തിന് പോകുമ്പോൾ പട്ടുസാരി ഉടുത്ത് മുല്ലപ്പൂ വെച്ച് ലിപ്സ്റ്റിക് ഇട്ട് പൊട്ടൊക്കെ വെച്ച് അത്ര ഇട്ട് പോകുന്ന പോലെ മരണ വീട്ടിൽ പോകരുത്, അത്രയേ ഉള്ളൂ. പിന്നെ കൈവണ്ടി വലിക്കുന്നവന് ഉച്ച ഉഷ്ണത്തിൽ കൈവണ്ടി വലിക്കുന്നവൻ AC ഹാളിൽ കല്യാണത്തിന് പുയ്യാപ്പിള നിൽക്കുന്ന പോലെ കോട്ട് സൂട്ട് വിട്ട് കൈവണ്ടി വലിക്കാൻ പോകരുത്. ആ സ്ഥലകാല ബോധം വേണം, അത്രയേ ഉള്ളൂ. അത് ഒന്ന് കീപ്പ് ചെയ്താൽ മതി. എന്നെ എനിക്ക് നിങ്ങൾ എന്ത് സ്വാതന്ത്ര്യം വേണമെങ്കിലും എടുത്തോ, അപ്പൊ ആരെയും ബുദ്ധിമുട്ടിക്കാതിരുന്നാൽ മതി. ചേച്ചി ഇപ്പൊ ആളുടെ ദേഷ്യം ശരിക്കും കുറഞ്ഞിട്ടുണ്ടോ അന്ന് കണ്ടതിൽ വെച്ചിട്ട്? എന്ത് മാറ്റം ശരിക്കും കണ്ടത് ഇത്ര നാളത്തെ ഒരു ഇതിനിടയ്ക്ക്? നേരത്തെ മൂക്കുന്ന മുമ്പത്തായിട്ട് ദേഷ്യം, എന്തെങ്കിലും കണ്ട പെട്ടെന്ന് ദേഷ്യമായി. ഇപ്പൊ അത് ഒത്തിരി കുറവ്, ശാന്തശീലനിലേക്ക്. അല്ല, അങ്ങനെ ആകണം മോനെ. കാരണം എന്താ വെച്ചാല് 30-ലുള്ള ചൂടും ചൂരും 60-ൽ കാണാൻ പാടില്ല. ഇപ്പോഴും നമ്മൾ നോക്കിയാല് നമുക്കൊരു പഴം കിട്ടിയാല് പിഞ്ച് കായും ഒരു പിഞ്ച് മാങ്ങ എടുത്ത് കടിച്ചു, അതൊരു കവർപ്പും പുളിപ്പുണ്ടെന്ന് വെച്ചോ, അത് പഴുത്ത് നല്ല മഞ്ഞ ചുമന്നിരിക്കുമ്പോൾ നമ്മളെടുത്ത് കടിക്കുമ്പോൾ അതേ കയ്പും ചോർപ്പും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഉടനെ വലിച്ചെറിയത്തില്ലേ? ഇതുപോലെ കുറെ മുതിർന്നവരുണ്ട്, ഇപ്പോഴും ഉണ്ട്. വയസ്സായാലും അടങ്ങാത്തതും അടങ്ങിപ്പോകാത്തതും ഭരിക്കാൻ വെമ്പുന്നതും കിട്ടിയത് പോരാത്തതുമായിട്ടുള്ള മുതിർന്നവരുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് അവർ പുറത്താക്കപ്പെടും, അല്ലെങ്കിൽ പുറത്തിറങ്ങി പോകേണ്ടി വരും. ഇത് സ്വാഭാവികം, നമ്മൾ കാണുന്ന. അമ്മയെ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു എന്ന് പറയുന്നിടത്ത് തന്നെ ഞാൻ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഉപേക്ഷിക്കപ്പെടുന്നവരെല്ലാവരും അങ്ങനെയാണെന്നല്ല, അത് കുറേ പേര് ഇങ്ങനെയുണ്ട്. നമ്മൾ കാല് പറഞ്ഞ പ്രായമാകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് പക്വതപ്പെട്ട് വിട്ടുകൊടുത്ത് ക്ഷമിച്ച് നാമം ജപിച്ച് വിളിക്കുന്നിടം വരെ കാത്തിരുന്ന് പോകണമെന്നേ ഞാനും അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നത്. നമുക്കൊരാളെയും, എൻ്റെയൊക്കെ ആഗ്രഹം ഇപ്പോഴും ഉണ്ടല്ലോ, ഈ ഒരു പക്ഷം ഇനിയിപ്പോൾ വേറെ നെഗറ്റീവായിട്ട് എടുക്കണ്ട, ഈ വൃദ്ധസദനമോ അല്ലെങ്കിൽ മുതിയോരില്ലോ ഒക്കെ ഉണ്ടല്ലോ, വയസ്സായവരെ പോറ്റുന്ന നല്ല മനസ്സുകളുടെ നല്ല ഇടവാണെങ്കിൽ നമ്മളൊക്കെ പ്രായമാകുമ്പോൾ മക്കളെ ആശ്രയിക്കാതെ അവിടെ പോകണമെന്ന് എൻ്റെ പക്ഷം. കാരണം കുറേ സമകാലീനമായിട്ടുള്ള സമപ്രായമുള്ള സമവേദനകളോ സന്തോഷമുള്ളവരുടെ ഇടയിൽ ജീവിക്കാമല്ലോ. വയസ്സായി കഴിയുമ്പോൾ മോനൊരു വഴിക്ക് പോകും, മരുമോൾ ഒരിടത്ത് വരും, പേരക്കുട്ടികൾ നമ്മളെ കണ്ടെങ്കിൽ കണ്ടില്ലെങ്കിൽ ഇല്ല, റേഷൻ കടയിൽ പോകണം, മരുന്ന് കഴിക്കാൻ പോകണം, പാല് വാങ്ങിക്കാൻ പോകണം, വരുന്നിടം കാത്തിരിക്കണം, അടുപ്പ് വന്ന് ഇവർ സല്ലവ് കഴിഞ്ഞ് വിളമ്പി തന്നെ തിന്നാനിരിക്കണം. വിളമ്പുമ്പോൾ ചിലപ്പോൾ കറുത്ത മോന്തയാണെങ്കിൽ അതും സഹിക്കണം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഗുഡ് ബൈ, പണിയെടുത്തോടത്തോളം തന്നു, കഴിഞ്ഞു, ഇതേ കെട്ടിച്ചും വിട്ട് നിങ്ങളായി നിങ്ങളുടെ പാടായി. വരുവാണെങ്കിൽ വാ, ഇല്ലെങ്കിൽ എവിടെ ഇരുന്നോ. ഞാനങ്ങ് പോകും. ചേച്ചിക്ക് അങ്ങനെ തന്നെയാണോ? ഞാനങ്ങ് പോകും. ഒന്നുകിൽ ഞാൻ നമ്മുടെ അഴിച്ചു വെച്ചത് ഇട്ടിട്ട് ഉത്തമമായ സന്യാസത്തിന് യോഗ്യത അന്നുണ്ടെങ്കിൽ അതിലേക്ക് പോകും, അതിലേക്ക്. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അല്ല, നമ്മളെ ബാധ്യതയായിരുന്നു. പേരക്കുട്ടിയെ എടുത്തു, അതിന്റെ കൊച്ചിന്റെ ഉരുകെട്ടും കണ്ടിട്ടും പോത്തില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കഴിച്ചു പോകാൻ പാടില്ലെന്ന്. പണ്ട് രാജാക്കന്മാരെ കണ്ടില്ലേ, 14 വയസ്സിൽ രാജവാരി ഏൽപ്പിച്ചിട്ട് പതിവ്രതയായ ഭാര്യയും കൂട്ടിക്കൊണ്ട് കാട്ടിലോട്ട് പോവാം, രാജ്യം എല്ലാം ഉപേക്ഷിച്ച് പോവാം. കാട്ടിൽ പുലി തിന്നോ തീ പിടിച്ച് എത്തോ ഒന്നും അറിയണ്ട, ആരും അന്വേഷിക്കില്ല, ഇവിടെയും വരത്തില്ല അവിടെയും വരത്തില്ല, തീർന്നു. നമ്മളിപ്പോഴും പേരക്കുട്ടികൾ അത് ഇത് എന്നെ തിന്നില്ല തന്നില്ല കൊന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ കടിപിടിയാ. പിള്ളേർക്കും ഭാരം, ഇവർക്കും ഉപദ്രവം. അത് രണ്ടും അല്ലാതിരിക്കണമെങ്കിൽ രണ്ടുപേരും സമരസപ്പെട്ടു പോകണം. ഈ യങ്സ്റ്റേഴ്സിനെ ഉൾക്കൊണ്ട് ഈ മുതിർന്നവര് അനുസരിച്ചും പാകപ്പെട്ടും വരണം. അല്ലെങ്കിൽ അവരുടെ ത്യാഗം മനോഭാവം മനസ്സിലാക്കി അവരിലേക്ക് അനുനയപ്പെട്ട് ഇവര് പറഞ്ഞു അല്ലേ. ഇത് രണ്ടുമില്ലെങ്കിൽ രണ്ടിടത്ത് പോയിരിക്കുന്നതാണ് നല്ലത്. ചേച്ചിക്ക് ഇതേ അഭിപ്രായം തന്നെയാണോ? പോകുന്ന കൂടെ അല്ല ചേച്ചി പിന്നെ ഇത്ര നാളായി സിനിമയിലെ സീരിയലിലൊക്കെ ഇപ്പൊ അധികം ഇല്ല. എപ്പോഴെങ്കിലും ആഗ്രഹിക്കാറുണ്ടോ എൻ്റെ ഭർത്താവിനെ പഴയ ആ ഒരു സ്റ്റാർഡത്തിലേക്ക് തിരിച്ചു വരണം, സീരിയലിലൊക്കെ വിറപ്പിച്ചിരുന്ന വില്ലനെ എനിക്ക് കാണണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം വരാറുണ്ടോ? അല്ല, അങ്ങനെയില്ല. എന്തെങ്കിലും നല്ല ക്യാരക്ടർ വരുവാണെങ്കിൽ ചെയ്യട്ടെ എന്നേ ഉള്ളൂ. നമ്മൾ ഫുൾ സപ്പോർട്ടായിരിക്കും. നമുക്ക് അങ്ങനെ വീട് നോക്കിയിരിക്കുക എന്നുള്ള രീതിയിൽ പറയാൻ ചാൻസ് ഇല്ല. അല്ല, അങ്ങനെയല്ല. നമ്മള് വീട് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പരാക്രമം കാണിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം, നേരത്തെ തൊട്ട് അറിയാം. അത്യാവശ്യം എൻ്റെ നാട്ടുകാർക്കും അറിയാം. ഞാനൊരു ആർട്ടിസ്റ്റ് ആണെന്നോ അല്ല വലിയ സംഭവമാണെന്നോ ആർക്കും തോന്നിയിട്ടില്ല, എനിക്കും തോന്നിയിട്ടില്ല, എനിക്കങ്ങനെ തോന്നാനൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ചിലർക്ക് കടം വാങ്ങിച്ച ഒരു കൂട്ടുകാരൻ നടന്നു പോകുന്ന കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ ഒരു വീട്ടിൽ ഇരുന്ന 1 ലക്ഷം രൂപയുടെ ബൈക്ക് എടുത്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ട് നാണക്കെടല്ലേ ഇത് ഉപയോഗിക്കുന്നു. അപ്പോൾ ഞാൻ ഓടിക്കാൻ പേടിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് നാട്ടുകാർ വലിയ ജാടെ പോകുന്നു. ഞാൻ പേടിച്ച് ആ വണ്ടിയുടെ പകുതി അത്രയുണ്ട്, പക്ഷെ ഞാൻ അതിനകത്തിരിക്കുന്ന ഷൂവും ചെരുപ്പും പാൻറ്റും ഒന്നും ഇട്ട് നടക്കാത്ത എനിക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി, കുതിര പോലത്തെ ഒരു വണ്ടി, ഈ പിള്ളേരിങ്ങനെ പോകുമല്ലോ അങ്ങനത്തെ ഒരു വണ്ടിയാണ് തന്നെ. എനിക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവൻ ഓസിന് തന്നപ്പോൾ ഞാൻ അതും കൊണ്ട് അങ്ങനെ നടന്നു കുറേ കാലം. നാട്ടുകാരൊക്കെ പറയും വലിയ ചോടം. ഇപ്പോഴും പറയും, എൻ്റെ ഒരു പരിചയപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ അമ്മ പറയും, അന്ന് അമ്മ ചെറുപ്പമായിരുന്നു, ഞങ്ങളൊക്കെ നോക്കി നിന്നിട്ടുണ്ട്, എന്ത് സ്റ്റൈൽ ഗമയിൽ മസിലൊക്കെ പിടിച്ച് മുടിയൊക്കെ പറത്തി എന്ത് ജാടല പോയിക്കൊണ്ടിരുന്നു. ജാടയാണ് ഞാൻ ഇപ്പം പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷെ അത്ര
അത്ര വിപരീതമാണ് കാഴ്ചപ്പാടും റിയാലിറ്റിയും. അതെ അതെ തീർച്ചയായും. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നമ്മൾ കിട്ടുന്ന അവസരത്തിൽ പറഞ്ഞ് ഇത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതൊക്കെ തിരിച്ചറിയട്ടെ, ഇങ്ങനെയൊക്കെയാണ് പലതും, എല്ലാം അല്ലെങ്കിലും അല്ലേ. അതെ, പണ്ടത്തെ കുറേ സിനിമകളിൽ ഇപ്പോഴും എല്ലാവരും റിപ്പീറ്റ് വാച്ച് ചെയ്യുന്ന കുറേ സിനിമകളിൽ ഉണ്ടായിരുന്ന ഒരാൾ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ദിലീപേട്ടൻ്റെ സിനിമകളിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് ദിലീപേട്ടൻ്റെ ഒരു ലക്കി ചാം ആയിരുന്നു ഒരു സമയത്ത് കവിയേട്ടന്. അല്ല ഇത് എന്താ അറിയോ, സിനിമയിൽ അങ്ങനെ പിന്നെ ഒരു നായിക വന്ന് പൊട്ടിയാൽ ആ പിന്നെ സിനിമകളിൽ അങ്ങനെ കുറച്ച് വിശ്വാസങ്ങളുണ്ടല്ലോ. പൊതുവെ എല്ലായിടത്തും ഉണ്ട്, സിനിമയിൽ അത് കുറച്ച് കൂടുതലുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് ജയവിജയത്തിന്റെ കാര്യവും ബിസിനസിന്റെ ഒരു അവസ്ഥയാണ്, കലയ്ക്കപ്പുറം ബിസിനസ് ആണല്ലോ. അവിടെ നഷ്ടം വരാതിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഇവർ കളിച്ചു പോകും. അപ്പോൾ ഹരീഷ് രാജോട്ടൻ ദിലീപേട്ടനുമായിട്ട് അഭിനയിച്ചിട്ടുള്ളതൊക്കെ ഹിറ്റല്ലേ. അപ്പൊ അവർക്കും അങ്ങനെയും പറയാം. പക്ഷെ എന്റേത് ഞാൻ അറിഞ്ഞത് എനിക്കറിയില്ല. ഒരു കാര്യസ്ഥൻ എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോൾ ഞങ്ങൾ സീരിയൽ അസോസിയേഷന് വേണ്ടിയിട്ട് ഒരു ഡൊണേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ സീരിയൽ ആർട്ടിസ്റ്റുകളെയും അതിനകത്തൊരു പാട്ട് സീനിലേക്ക് ക്ഷണിച്ച് ഞങ്ങൾ അങ്ങനെ ഗണേശേട്ടന്റെ കെയർ ഓഫിൽ, ആത്മയുടെ കെയർ ഓഫിൽ ഞങ്ങൾ പോയി. അതിൽ ഓരോ പാട്ട്, അത് ബൃന്ദ മാസ്റ്റർ ആയിരുന്നു ഡാൻസ് കൊറിയോഗ്രാഫർ, കലാമാസ്റ്റർ അനീതി. അപ്പോൾ എറണാകുളത്ത് വെച്ചായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വേഷം ചെയ്യില്ല. അപ്പോൾ ഈ മേളി അവിടെ ഭഗവാന്റെ ഭാഗത്ത് കിടന്ന ഒരു രുദ്രാക്ഷം പോലെ ഒരു മാല എടുത്തിട്ട് പെട്ടിയിലൊരു ലേഡീസിന്റെ ഒരു ചെറിയൊരു ബനിയം പോലെ കിട്ടി. അത് ഇങ്ങനെ വീനൊക്കെയുള്ള അതെടുത്ത് വലിച്ച് ടൈറ്റ് ചെയ്തിട്ടിട്ട് ഇറുക്കി ഇട്ടിട്ട് പഴയ ഒരു ജീൻസ് ഇട്ടിട്ട് ഞാനിങ്ങനെ മുടി ഇങ്ങനെ ഇത്ര വളർന്നിട്ടുണ്ട്. ഞാൻ ഇച്ചിരി വെള്ളം ഇട്ട് ഇങ്ങനെ വെച്ചിട്ട് മറ്റേ വടിവേലി ചില സിനിമ കാണിക്കുന്ന പോലെ കേവകാലം കാണിച്ച് കയറിപ്പോയി. ഭയങ്കര ഫ്രീക്കാന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ ആൻഡോ ചേട്ടൻ വന്നിട്ട് പറഞ്ഞാ, ആൻഡോ ജോസഫ് ചേട്ടനാണ് അവിടെ വെച്ച് പറഞ്ഞത്. അങ്ങനെ ഒരു ഗ്യാപ്പിന് ശേഷം അപ്പോൾ ഞാൻ സീരിയലിലേക്ക് മാറി. കൊച്ചിരാജാവ് കഴിഞ്ഞ സിനിമയൊന്നും ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വീണ്ടും ഒരു വലിയ ഹിറ്റ് സൃഷ്ടിക്കാൻ കവിരാജ് രംഗത്തെത്തിയെന്ന് പറഞ്ഞു അദ്ദേഹം. കോമഡി ആണെങ്കിലും എന്തായാലും കളിയാക്കി പറയേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഡീകോഡ് ചെയ്ത് നോക്കുമ്പോൾ സത്യമാണ്. അല്ല, കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാം അന്ന് ഉണ്ടായ 150, ഇപ്പൊ തെങ്കാശിപ്പണ്ണി 250, നിറം 150, 200, വടക്കം തള്ളിയ 150, മഴത്തുള്ളിക്കിലുക്കം അല്ലെ കാഴ്ച, കൊച്ചിരാജാവ്, എല്ലാ പടങ്ങളും അങ്ങനെ ഒരു 90-ൽ ഒരു 10 ചെയ്തതിൽ 8 പടവും അങ്ങനെയാണെങ്കിൽ അതിലൊക്കെ ഒരു പാട്ട് നമ്മളുണ്ടല്ലോ, ഒരു ഭാഗം ചെറിയതാണെങ്കിലും. അപ്പൊ നമ്മള് ഈ പടങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണുന്നവരുടെ ഇടയിലൊക്കെ നമ്മുടെ മെമ്മറിയിലുണ്ടല്ലോ. അന്ന് യങ്സ്റ്റേഴ്സിന്റെ ഒരു ട്രെൻഡ് ഇല്ലാത്തപ്പോൾ പോലും നമ്മളെപ്പോലെ ഒരു പയ്യൻ വരുമ്പോൾ എന്തോ ആകും ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. അത് റാഫി സാർ ഒരിക്കൽ വർഷങ്ങൾക്ക് ശേഷം എടുത്ത് ഫോണിൽ വിളിച്ചപ്പോൾ പറയുന്നത് താൻ എവിടെയെങ്കിലൊക്കെ എത്തുമെന്ന് വിചാരിച്ചു, എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോഴും ജീവനോടുണ്ട്, വേണമെങ്കിൽ ചോദിച്ചാൽ പറയുമായിരിക്കും, ഇനിയും പറയും, നല്ലൊരു മനുഷ്യനാണ്. പക്ഷേ ഞാൻ പറഞ്ഞു, എനിക്ക് പാകപ്പെട്ടതുകൊണ്ട് പറഞ്ഞു, സാറ് അത് എന്തോ ഐശ്വര്യമായിട്ട് ഒരു തല്ലുകൊള്ളുന്നൊരു വേഷം തന്നു തെങ്കാശി പടത്തിൽ. ആ ഗീതു മോഹൻദാസിന്റെ പുറകെ പോയിട്ട് അടികൊള്ളുന്ന ഒരു പഞ്ഞിക്കരുന്ന പോലെ ഒരു വേഷം തന്നു. പിന്നെ വന്നതും പോയതും എല്ലാം ഇടികൊള്ളൽ തന്നെയാണ്. പിന്നെ ടൈപ്പ് ആകുന്നതും ബുദ്ധിമുട്ട്. അത് വെച്ചിട്ട് സീരിയലിൽ പോയപ്പോൾ അവിടെയും വേഷവും വില്ലനാണ്. പോട്ടെ, എന്നാലും നമുക്കൊരു ഒരു പവറുണ്ട്, ഒരു സ്ഥാനമുണ്ട്, ഒരു ശമ്പളമുണ്ട്. അതുകൊണ്ട് അതങ്ങനെ പോയി, നമ്മുടെ ജീവിതം നടന്നു പോകുന്നു വെച്ച് പോയി. പക്ഷെ കർമ്മഫലം, നമ്മുടെ വിധിവശാൽ ദൈവഹിതം ഇത് മതി എന്ന് തീരുമാനിച്ചാൽ ഇത് മതി, അത് തന്നെ വേണമെന്ന് വാശി പിടിക്കാൻ എല്ലാവരും മമ്മൂട്ടിയും ലാലേട്ടനും ഒക്കെ ആയിപ്പോയ, മമ്മൂക്കയും ലാലേട്ടനും ആയിപ്പോയ ഇവിടെ കാണാനാരാ ഉള്ളത്? ഇതുപോലെ പറയാനാരാ ഉള്ളത്?